ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് നിങ്ങളോട് താല്പര്യമില്ല, അതല്ലെങ്കിൽ അവൾ നിങ്ങളുടേതല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവൾ നിങ്ങളോട് പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ്. എസ്പെഷ്യലി 5 കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്ന. ഈ 5 കാര്യങ്ങൾ അവൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൾ നിങ്ങളുടേതല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അവൾക്ക് വേണ്ടി എന്തെങ്കിലും സപ്പോർട്ടോ ഹെൽപ്പോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് എപ്പോഴും അതിനോട് നോ പറയുക, അല്ലെങ്കിൽ നോ താങ്ക്സ് എന്നുള്ളതായിരിക്കും അവരുടെ മറുപടി. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ അവർക്ക് ആഗ്രഹമുള്ള അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറയുന്ന സമയത്ത് അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കൂടി നിങ്ങളോട് നോ താങ്ക്സ് എന്നേ അവർ പറയത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുന്ന സമയത്ത് നോ താങ്ക്സ് എന്ന് പറയും. അതുപോലെ തന്നെ നമുക്ക് ഒരു യാത്ര പോയാലോ എന്ന് ചോദിക്കുന്ന സമയത്ത് നോ താങ്ക്സ് എന്നുള്ള രീതിയിൽ പലപ്പോഴും നിങ്ങളോട് നോ മാത്രമായിരിക്കും അവർ പറയുന്നുണ്ടായിരിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവൾക്ക് നിങ്ങളോട് താല്പര്യമില്ല, അവൾ നിങ്ങളുടേതല്ല എന്നുള്ളത്. ഇനി പറയാൻ പോകുന്ന 4 കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഐ വാല്യൂ അവർ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിലുള്ള ആശയവിനിമയം നടത്തുക. അഥവാ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് അവളെ ഇഷ്ടമാണ് എന്നുള്ളത് നിങ്ങൾ ഓപ്പണായിട്ട് പറയുകയാണ് അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്യുകയാണ്. ആ സമയത്ത് അവർ പറയുകയാണ്, നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് ഞാൻ വളരെയധികം വാല്യൂ നൽകുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുക. അഥവാ എപ്പോഴും നിങ്ങളെ ഒരു ഫ്രണ്ട് സോണിൽ മാത്രം കാണാൻ ആഗ്രഹിക്കുക. അത് വളരെ വ്യക്തമായിട്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അങ്ങനെ ഓപ്പണായിട്ട് പറയുന്നുണ്ടെങ്കിൽ അവൾ നിങ്ങളുടേതല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇനി മൂന്നാമത്തെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, മേ ബി നെക്സ്റ്റ് ടൈം എന്നുള്ള രീതിയിൽ. അഥവാ നിങ്ങൾ എന്താവശ്യപ്പെട്ട് കഴിഞ്ഞാലും, ഒരു ഡേറ്റ് ആണെങ്കിലും, ഇനി അതല്ല നമുക്കൊന്ന് പുറത്തു പോകാം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാം, ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിൽ കൂടി നിങ്ങളോട് പിന്നെയാവാം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു പ്രവണത അവരിൽ കാണുന്നുണ്ടോ? അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൾ നിങ്ങളുടേതല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നോട്ട് റെഡി ടു ഡേറ്റ് എന്നുള്ളത്. അഥവാ ഡേറ്റിംഗ് ചെയ്യാൻ ഒരിക്കലും തയ്യാറാവാതിരിക്കുക. നിങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ തന്നെ അതിനൊരുപാട് എക്സ്ക്യൂസസുകൾ കണ്ടെത്തിക്കൊണ്ട്, ഒരുപാട് കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും ഒഴിഞ്ഞു മാറുക എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും ഡേറ്റിങ്ങിന് റെഡി ആവാത്ത ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറപ്പിക്കാം ആ വ്യക്തി നിങ്ങളുടേതല്ല എന്നുള്ളത്. ഇനി അവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഐ വിൽ ചെക്ക് മൈ ഷെഡ്യൂൾ എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോവുകയാണ്, ഒരു യാത്ര പോവുകയാണ്, ട്രിപ്പ് പോവുകയാണ്, നീ കൂടെ പോരണോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഷെഡ്യൂൾ ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അത് ചെക്ക് ചെയ്തതിന് ശേഷവും നിങ്ങൾ വീണ്ടും ചോദിക്കുകയാണെങ്കിൽ അവർ അന്ന് ഞാൻ കുറച്ച് തിരക്കിലാണ്, വേറെ എന്തെങ്കിലും പരിപാടിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുണ്ടോ? അങ്ങനെ ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിൽ ഷീ ഈസ് നോട്ട് ദാറ്റ് ഇൻ ടു യു എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള ഈ കുറച്ച് കാര്യങ്ങൾ, 4-5 കാര്യങ്ങൾ അവർ നിങ്ങളോട് ഓപ്പണായിട്ട് പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്നതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം അവൾ നിങ്ങളുടേതല്ല, അവൾക്ക് നിങ്ങളോട് താല്പര്യമില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മൂവ് ഓൺ ചെയ്യുക. ഓക്കെ, മറ്റൊരു നല്ല വ്യക്തിയെ കണ്ടെത്തുക, അവരുമായിട്ടുള്ള ജീവിതം ആഗ്രഹിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ 2 പേരും തമ്മിൽ പരസ്പരം ഇഷ്ടത്തിലായിരുന്നു, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, ഫൈറ്റാണ്, പിണക്കത്തിലാണ്, ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം അല്ലേ റിലേഷൻഷിപ്പിൽ. അപ്പോൾ അതൊക്കെ സോൾവ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ മറ്റോ ആവശ്യമുണ്ട് എന്ന് തോന്നുമെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. എൻ്റെ പേഴ്സണൽ കോച്ചിങ് അവൈലബിൾ ആണ്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമസ്തേ.